ഓഫറിൽ കാണുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡുകളും എടുക്കരുത്. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. നമ്പർ 1, ആനുവൽ ഫീ. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ ആനുവൽ ഫീ കുറവുള്ളതോ അല്ലെങ്കിൽ ആനുവൽ ഫീ ഇല്ലാത്തതോ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 2, റിവാർഡ്സ് ആൻഡ് ക്യാഷ് ബാക്ക്. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് റിവാർഡ്സും വൗച്ചേഴ്സും കൂടുതലുള്ള ക്രെഡിറ്റ് കാർഡ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. നമ്പർ 3, ജോയിനിങ് ഓഫർ. അപ്പം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ടും അതുപോലെ തന്നെ ജോയിനിങ് ബോണസ് ആയിട്ടും ഒക്കെ കൂടുതൽ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകൾ മാത്രം യൂസ് ചെയ്യുക. ആൻഡ് ഫൈനൽ, ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആ കമ്പനിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, പിന്നെ നിങ്ങളൊരു പണം തിരിച്ചടക്കാൻ വൈകിയാൽ എത്രത്തോളം നിങ്ങളൊരു പണം അടയ്ക്കേണ്ടി വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇനിയും നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യും. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്.